ഹായ്, ഇസ് മീ പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ഡബ്ല്യു ചാനലിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ഹാപ്പി ലൈഫ് ഹാസ് ടു ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവ് ആയി. TVK ഫ്ലാഗ്, തമിഴക വെട്രിക്കഴകം പാർട്ടിയുടെ ഫ്ലാഗ് തളപതി വിജയ് ഓഗസ്റ്റ് 22-ന് പാർട്ടി ആസ്ഥാനമായ പനയൂരിലെ ഓഫീസിൽ അദ്ദേഹം കൊടി പുറത്തിറക്കി. TVK ഫ്ലാഗ്, അതായത് മഞ്ഞ കളറ് അതോടൊപ്പം ചുവപ്പ് കളറ് എന്നാണ് ഫ്ലാഗിൻ്റെ കളറുകൾ എന്ന് പറയുന്നത്. അതായത് മുകളിലും താഴെയും ചുവപ്പ് നിറവും നടുക്ക് മഞ്ഞ നിറവും, അതോടൊപ്പം നടുക്ക് ഒരു വൃത്തത്തിലൊരു ഭാഗപ്പൂവും, അതോടൊപ്പം പൂവിൻ്റെ സൈഡുകളിലായിട്ട് സ്റ്റാറുകളും, അതായത് 28 സ്റ്റാറുകളും. അത് ഏകദേശം ഒരു 28 സംസ്ഥാനങ്ങളെ പ്രതിനിധീകരിക്കുന്നു എന്ന് തോന്നുന്നു, ഇന്ത്യയിലെ. അങ്ങനെയൊക്കെയാണ് തോന്നുന്നത്. എൻ്റെ ഒരു ഒപ്പീനിയനാണ്, എൻ്റെ ഒരു ഗസ്സിങ്ങാണ്. അപ്പോൾ അത് പിന്നീട് അപ്പുറം 2 ആനകൾ, അങ്ങനെയാണ് ഫ്ലാഗ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അപ്പം ചെന്നൈയിൽ പനയൂരിൽ നടന്ന പാർട്ടി ഓഫീസിൽ നടന്ന ചടങ്ങിൽ അദ്ദേഹം ഫ്ലാഗ് പുറത്തിറക്കി. അപ്പോൾ അദ്ദേഹത്തിന് ഒരു സ്പീച്ചും ഉണ്ടായിരുന്നു. ആ സ്പീച്ചിൽ അദ്ദേഹം പറയുകയുണ്ടായി, മാനാട്, അതായത് വലിയ മഹാസമ്മേളനം പാർട്ടിയുടെ ഉടനെ ഉണ്ടാവും. അതായത് സെപ്റ്റംബർ 22-നാണെന്ന് നടത്താൻ പ്ലാൻ എന്നാണ് തോന്നുന്നത്. സെപ്റ്റംബർ 22-ന് നടത്താനാണ് പ്ലാൻ എന്നാണ് റിപ്പോർട്ടുകൾ. സെപ്റ്റംബർ 22-ന് തമിഴ്നാട്ടിലെ വില്ലുപുരം ജില്ലയിലെ വിക്രംമണ്ഡി എന്ന സ്ഥലത്താണ് അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ ആദ്യത്തെ മഹാസമ്മേളനം മാനാട് നടക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ അദ്ദേഹം കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളും അവരുടെ പാർട്ടിയുടെ കാര്യങ്ങളും പാർട്ടിയുടെ ആശയങ്ങളും എല്ലാം അല്ലെങ്കിൽ അതിൽ പറയുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് ആ സ്പീച്ചിൽ. അങ്ങനെ ഫ്ലാഗ് പുറത്തിറക്കുകയും ചെയ്തു. അതോടൊപ്പം ഫ്ലാഗിനോടൊപ്പം ഫ്ലാഗ് ആന്തം, ഒരു വീഡിയോ സോങ്ങും അദ്ദേഹം പുറത്തിറക്കി. അപ്പോൾ അതൊരു നല്ലൊരു സ്ട്രാറ്റജിയാണ്. കാരണം വിജയപ്പോഴൊരു ഫേമസ് ആയ, അല്ലെങ്കിൽ വിജയപ്പോഴൊരു സൂപ്പർ സ്റ്റാർ ഇങ്ങനെ ഒരു സോങ് ഒക്കെ ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് ആളുകളുടെ ഇടയിലേക്ക് ആ ഫ്ലാഗ് റീച്ച് ആകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിനുവേണ്ടിയാണെന്ന് തോന്നുന്നു ആ പാട്ട് ഇറക്കിയത്. ഒരു ആൽബം സോങ് അല്ലെങ്കിൽ ഒരു വീഡിയോ സോങ് ഫ്ലാഗിനെ കുറിച്ചുള്ളത് പുറത്തുവിട്ടു. അതിൽ സ്റ്റാർട്ടിങ്ങിൽ 2 ആനകൾ ജനങ്ങളെ ശല്യം ചെയ്യുന്നു. അപ്പോൾ വിജയ് കുതിരപ്പുറത്ത് വരുന്നു. അപ്പോൾ വിജയ്ക്കൊപ്പം വേറെ 2 പുതിയ ആനകൾ വരുന്നു. പുതിയ 2 ആനകൾ കൂടി ചേർന്ന് പഴയ 2 ആനകളെ ആക്രമിക്കുന്നു, പരാജയപ്പെടുത്തുന്നു. എന്നിട്ട് വിജയ് ഫ്ലാഗ് കൊടിയേറ്റുന്നു, ജനങ്ങളെ രക്ഷപ്പെടുത്തുന്നു. അങ്ങനെയൊക്കെ അങ്ങനെ പോകുന്ന ആ ഒരു വീഡിയോ. അതിനുശേഷം ആ വീഡിയോയിൽ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണുവാനായിട്ട് സാധിച്ചു. 3, അതായത് മതത്തിൽപ്പെട്ടവർ, ക്രിസ്ത്യാനി, ഹിന്ദു, മുസ്ലിം, അവർ 3 പേരും ഒന്നിച്ച് ഈ ഫ്ലാഗുമായിട്ട് നിൽക്കുന്നു. അതൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അതോടൊപ്പം പാട്ട് തീരാറാവുമ്പോൾ തമിഴ്നാട് സ്റ്റേറ്റിലെ എല്ലാ ജില്ലകളും, അതായത് 38 ജില്ലകളിലും ഫ്ലാഗ് ഇങ്ങനെ സ്ഥാപിച്ച് അതിൽ ഫ്ലാഗ് നിൽക്കുന്നതായിട്ടും, അതോടൊപ്പം ആ ഫ്ലാഗിൻ്റെ ചിഹ്നമായ ചുവപ്പ് നിറം മഞ്ഞ നിറം ഫുള്ള് ആ ഒരു ഫ്ലാഗിൻ്റെ ആ ഒരു രൂപകൽപ്പനയിൽ ആ സ്റ്റേറ്റ് ഫുൾ ഇങ്ങനെ കാണിക്കുന്നതൊക്കെ ആയിട്ടും വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പോൾ ആ പാട്ട് പുറത്തുവിട്ട് അത് പെട്ടെന്ന് ജനങ്ങൾക്കിടയിലേക്ക് ഈ ഫ്ലാഗിൻ്റെ ഒരു റീച്ച് കൂട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു ഐഡിയ ചെയ്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ പാട്ടിൽ തന്നെ 2 ആനകൾ ജനങ്ങളെ ശല്യം ചെയ്യുന്നത് ബി തമിഴ്നാട്ടിലെ ADMK DMK ആ ഒരു പാർട്ടികളാണെന്ന് തോന്നുന്നു. പാർട്ടിയെ പ്രതിനിധീകരിക്കുന്നതാണെന്നാണ് എനിക്ക് തോന്നിയത്. പിന്നീട് പുതുതായിട്ട് വരുന്ന 2 ആനകൾ അത് കൂട്ടണിയാവും, അല്ലെങ്കിൽ കൂട്ടുകക്ഷികളാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന് സീമാൻ്റെ കക്ഷിയാവാം, പിന്നൊന്ന് വിജയകാന്തിൻ്റെ കക്ഷിയാവാം എന്നാണ് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഈയിടയ്ക്ക് വിജയകാന്തിൻ്റെ വീട്ടിൽ പോയി ഒക്കെ വിജയ് സന്ദർശനം നടത്തിയിരുന്നു. അപ്പോൾ സീമാനുമായിട്ട് നേരത്തെ തന്നെ സന്ദർശനം നടത്തിയിരുന്നു. അപ്പോൾ ബി അങ്ങനെ ആയിരിക്കാം 2 പുതിയ ആനകളെന്ന് തോന്നുന്നു. അതോടൊപ്പം ഭാഗപ്പൂവ്, അതോടൊപ്പം 28 സ്റ്റേറ്റുകളെ പ്രതിനിധീകരിക്കുന്ന 28 സ്റ്റാറുകൾ, അങ്ങനെ വലിയൊരു ഇതായിട്ടാണ് ഫ്ലാഗ് പുറത്തുവിട്ടിരിക്കുന്നത്. ഏതായാലും 2026 ഇലക്ഷനാണ് ഇവരുടെ ഫസ്റ്റ് ടാർഗറ്റ് എന്നത്. അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് അതിവേഗം നടക്കുന്നത്. പിന്നെ അടുത്ത മാസം അദ്ദേഹത്തിൻ്റെ പുതിയ സിനിമ ഗോട്ട് റിലീസ് ചെയ്യാൻ പോകുന്നു. ഗോട്ട് റിലീസിന് ശേഷം അദ്ദേഹത്തിന് പാർട്ടിയുടെ മാനാട് മഹാസമ്മേളനം നടക്കാൻ പോകുന്നു. അങ്ങനെ ആകെ മൊത്തത്തിൽ എല്ലാം കൊണ്ടും വളരെ ഒരു കറക്റ്റായിട്ടൊരു ടൈമിലൂടെയാണ് പോകുന്നതെന്ന് തോന്നുന്നു. ഏതായാലും 2026 മുന്നോടിയായിട്ട് അദ്ദേഹം പെട്ടെന്ന് തന്നെ പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടാണ് നമുക്ക് തോന്നുന്നത്. ഏതായാലും 2025 ആകുമ്പോഴേക്കും കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുമെന്ന് തോന്നുന്നു. കാരണം ഇലക്ഷന് മുന്നോടിയായിട്ട് ഇപ്പോൾ വളരെ പ്ലാനിങ് ആയിട്ടും വളരെ വളരെ മുൻകൂട്ടി വളരെ പ്ലാൻ ചെയ്താണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. TVK ഫ്ലാഗ്, അതോടൊപ്പം TVK ഫ്ലാഗ് ആന്തവും ഓഗസ്റ്റ് 22-ന്
അദ്ദേഹം പുറത്തുവിട്ടു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരെയും ടേക്ക് കെയർ, ബൈ.